ഗുഡ് മോർണിംഗ്. നമ്മൾ ജസ്റ്റ് ഇൻ ടൈം സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്തത് റോൾ ഓഫ് ജസ്റ്റ് ഇൻ ടൈം ഇൻ എലിമിനേഷൻ ഓഫ് വേസ്റ്റ്. അപ്പോൾ ഈ വേസ്റ്റ് മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് JITയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. അപ്പോൾ ഇൻവെൻട്രി കുറയുന്നതിനനുസരിച്ചിട്ട് ക്യാരിയിങ് കോസ്റ്റും കുറയും. അതായത് ഇൻവെൻട്രി അവിടെ ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഇൻ ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക ഡിമാൻഡിനനുസരിച്ചാണ് പ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ വെറുതെ അവിടെ എന്തുണ്ടാവില്ല, ഇൻവെൻട്രി ഉണ്ടാവില്ല. അപ്പോൾ ഇൻവെൻട്രി ഇല്ലെങ്കിൽ നമുക്കവിടെ ക്യാരി ചെയ്യാനുള്ള കോസ്റ്റ് ആവശ്യമില്ല. അതുപോലെ തന്നെ ഗോഡൗണിൻ്റെ തന്നെ ആവശ്യം വരുന്നില്ല. ഇൻവെൻട്രി കെട്ടിക്കിടക്കുകയാണെങ്കിലാണല്ലോ നമ്മൾ ഗോഡൗണൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കമ്പനീസിന്, ഇത് യൂസ് ചെയ്യുന്ന കമ്പനീസിന് അവർക്ക് വെയർ ഹൗസസ് അവരുടെ തന്നെ ഉള്ളത് റെഡ്യൂസ് ചെയ്യാനും അല്ലെങ്കിൽ തീരെ വെയർ ഹൗസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ വരെ അവർക്ക് പ്രൊഡക്ഷൻ നടത്താൻ സാധിക്കുന്നുണ്ട്. ഈ JIT നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽ എലിമിനേറ്റ് ചെയ്യാം, ഇൻവെൻട്രി അതുപോലെ തന്നെ ഒഴിവാക്കാം, അതുപോലെ പ്രൊഡക്റ്റ് സ്റ്റോറേജ് കോസ്റ്റൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ റോ മെറ്റീരിയൽസും അതുപോലെ ഇൻവെൻട്രി ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ സ്റ്റോക്കൊക്കെ അവിടെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു അസറ്റായിട്ടായിരുന്നു ട്രീറ്റ് ചെയ്തത്. അപ്പോൾ അതൊക്കെ ചേഞ്ചായി. ബിക്കോസ് JIT അതുപോലെ തന്നെ നൗ ഇൻവെൻട്രി ഈസ് കൺസിഡർ ആസ് വേസ്റ്റ് ഓർ ഡെഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. അഡീഷണൽ കോസ്റ്റ് ഇൻകർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡെഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് ഇപ്പോൾ ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത്. പണ്ടൊക്കെ അസറ്റായിട്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് കോസ്റ്റ് കൂടുതലാവുന്ന ഒരു സംഭവമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ട് ബ്രേക്ക് ഡൗൺ ആകുമ്പോൾ എൻ്റെ പ്രൊഡക്ഷൻ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ കമ്പനീസ് JIT അപ്റ്റ് ചെയ്യുന്ന കമ്പനീസൊക്കെ പ്രിവെൻറ്റീവ് മെയിൻ്റനൻസൊക്കെ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. ഈ JITയുടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കാർ മാനുഫാക്ചറർ. ഇപ്പോൾ മാനുഫാക്ചർ ഓഫ് കാർ ഓപ്പറേറ്റ് വിത്ത് ബെയർ മിനിമം ഇൻവെൻട്രി ലെവൽ ആസ് ദർ ഇസ് എ സ്ട്രോങ് റിലയൻസ് ഓൺ ദ സപ്ലൈ ചെയിൻ ടു ഡെലിവർ ദ പാർട്ട് റിക്വയർഡ് ടു മാനുഫാക്ചർ കാർസ്. അപ്പോൾ പാർട്ട് റിക്വയർഡ് ഇൻ ദ മാനുഫാക്ചറിങ് ഓഫ് കാർ ഡു നോട്ട് അറൈവ് ബിഫോർ ഓർ ആഫ്റ്റർ ദേ ആർ നീഡഡ്, റേദർ ദേ അറൈവ് ഓൺലി വെൻ ദേ ആർ നീഡഡ്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ആവശ്യമുള്ളതിനനുസരിച്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അല്ല വെറുതെ നമ്മൾ ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല. പിന്നെ അതിൻ്റെ പാർട്സും എന്താണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് എന്താണ് ആ ഡിമാൻഡിനനുസരിച്ച് കൊടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ ഹോൾഡിംഗ് കോസ്റ്റും മിനിമം ലെവലിൽ കീപ്പ് ചെയ്യാൻ ഈ അപ്രോച്ച് സഹായിക്കുന്നുണ്ട്. ഇറ്റ് ഹെൽപ്പ് ടു എലിമിനേറ്റ് വേസ്റ്റ്. അതുപോലെ തന്നെ ചാൻസസ് ഓഫ് എക്സ്പയർഡ് ഓർ ഔട്ട് ഓഫ് ഡേറ്റ് പ്രോഡക്ട്സ് ഡു നോട്ട് അറൈസ് അറ്റ് ഓൾ. അപ്പോൾ എക്സ്പയർ ആയിട്ട് നമ്മുടെ സ്റ്റോക്ക് ഒഴിവാക്കാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഡേറ്റ് ആയി പോവുക, അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും ഈ ഒരു അപ്രോച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ ഉണ്ടാവില്ല. And only essential stock which are required for manufacturing are obtained, thus less working capital is required. നമുക്ക് അത്രയും അത്യാവശ്യമുള്ള എസെൻഷ്യൽ സ്റ്റോക്ക് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, സ്റ്റോക്ക് ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് കുറച്ച് മതി. അതുപോലെ പ്രൊഡക്ഷൻ റൺസ് ആർ ഷോർട്ട്. അങ്ങനെ പറഞ്ഞാൽ മാനുഫാക്ചേഴ്സ് ക്യാൻ ക്വിക്ക്ലി മൂവ് ഫ്രം വൺ പ്രോഡക്റ്റ് ടു അനദർ. കമ്പനീസ് ഓൾസോ സ്പെൻഡ് ലെസ് മണി ഓൺ റോ മെറ്റീരിയൽ ബിക്കോസ് ദേ ബൈ ജസ്റ്റ് ഇനഫ് റിസോഴ്സസ് ടു മേക്ക് ദ ഓർഡർഡ് പ്രൊഡക്റ്റ് ആൻഡ് നോ മോർ. ഇപ്പോൾ റോ മെറ്റീരിയൽ വാങ്ങാനുള്ള ക്യാഷും കുറച്ച് മതി. കാരണം നമ്മളിപ്പം ഓർഡർ ചെയ്യുന്ന ആ പ്രൊഡക്റ്റിന് മാത്രം നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് മാത്രം നമുക്ക് മതി. അതുകൊണ്ട് തന്നെ റോ മെറ്റീരിയൽസിനും കുറച്ച് പൈസ നമ്മൾ ചെയ്താൽ മതി. പ്രൊഡക്ഷൻ റൺസും ഷോർട്ട് റൺ ആയിരിക്കും, നമ്മൾ കുറച്ചായിട്ടാണ് പ്രൊഡക്ഷൻ നടത്തുക. ദെൻ കാൻബാൻ ഈസ് എ ഷെഡ്യൂളിംഗ് സിസ്റ്റം ഓഫൺ യൂസ്ഡ് ഇൻ കൺജങ്ഷൻ വിത്ത് JIT ടു അവോയ്ഡ് ഓവർ കപ്പാസിറ്റി ഓഫ് വർക്കിംഗ് പ്രോസസ്സ്. ദസ് ഇൻ JIT വർക്കിംഗ് പ്രോസസ്സ് ഈസ് ഓൾമോസ്റ്റ് നിൽ. അപ്പോൾ വർക്കിംഗ് പ്രോസസ്സായി കിടക്കുന്ന ഒരു സംഭവം ഉണ്ടാവില്ല. നമ്മൾ ഡിമാൻഡിനനുസരിച്ച് നമ്മളത് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. അതിങ്ങനെ പ്രോസസ്സിലൊന്നും വെക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു വർക്കിംഗ് പ്രോസസ്സും നമുക്കവിടെ ഉണ്ടാവുന്നില്ല. ആൻഡ് ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ മാനുഫാക്ചറിങ് ഫിലോസഫി ബേസ്ഡ് ഓൺ പ്ലാൻഡ് എലിമിനേഷൻ ഓഫ് ഓൾ കൈൻഡ് ഓഫ് വേസ്റ്റ്. അപ്പോൾ നമ്മളെന്താണ്, എല്ലാ ടൈപ്പ് ഓഫ് വേസ്റ്റും നമ്മൾ പ്ലാൻഡായിട്ട് എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഫിലോസഫി, ആ ഒരു ബേസിലാണ് നമ്മൾ ഈ ഒരു അപ്രോച്ച് കൺസിഡർ ചെയ്യുന്നത്. ഫോർ കണ്ടിന്യൂസ് ഇൻക്രിമെൻറ്റ് ഓഫ് പ്രൊഡക്ടിവിറ്റി. ഇറ്റ് ക്യാൻ ഓൾസോ ബി ഡിസ്ക്രൈബ്ഡ് ആസ് ആൻ അപ്രോച്ച് വിത്ത് ദ ഒബ്ജക്റ്റീവ് ഓഫ് പ്രൊഡ്യൂസിങ് ദ റൈറ്റ് പാർട്ട് ഇൻ ദ റൈറ്റ് പ്ലേസ് അറ്റ് എ റൈറ്റ് ടൈം. വേസ്റ്റ് റിസൾട്ടഡ് ഫ്രം എനി ആക്ടിവിറ്റി ദാറ്റ് ആഡ്സ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വിത്തൗട്ട് ആഡിങ് വാല്യൂ ആർ എലിമിനേറ്റഡ്. ഇപ്പോൾ നമുക്ക് വാല്യൂ കൂടാതെ വരുന്ന എല്ലാ വേസ്റ്റുകളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ആക്ടിവിറ്റീസ് അൺനെസറി മൂവ്മെൻറ്റ് ഓഫ് മെറ്റീരിയൽസ്
accumulation of excess inventory or the use of faulty production method that create products requiring subsequent rework. അങ്ങനത്തെ ഒന്നും ഇതിൽ വരുന്നില്ല. ലോവർ ഇൻഷുറൻസ് എക്സ്പെൻസ്, ഫ്യൂവർ ലോസസ് ഡ്യൂ ടു ഒബ്സൊലിസൻസ് ഓർ എക്സ്പിറേഷൻ ആൻഡ് ലെസ് തെഫ്റ്റ്. ഇതൊക്കെ എന്താണ് JITയുടെ മറ്റ് ബെനിഫിറ്റ്സ് ആണ്. ആൻഡ് ഇൻ JIT ഓൾ ഇൻസ്പെക്ഷൻ ടൈം ഈസ് എലിമിനേറ്റഡ് ഫ്രം ദി സിസ്റ്റം. ഇൻസ്പെക്ഷൻ ടൈമും എലിമിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ബിക്കോസ് ഓപ്പറേറ്റേഴ്സ് കണ്ടക്ട് ദെയർ ഓൺ ക്വാളിറ്റി ചെക്സ്. അവരപ്പോൾ തന്നെ അവരുടെ തന്നെ ക്വാളിറ്റി ചെക്സ് നടത്തുന്നുണ്ട്. സിമിലർലി ഓൾ മൂവ്മെൻറ്റ് വിച്ച് ഇൻവോൾവ് ഷിഫ്റ്റിംഗ് ഇൻവെൻട്രി ആൻഡ് വർക്കിംഗ് പ്രോസസ് ത്രൂ ഔട്ട് വേരിയസ് പാർട്സ് ഓഫ് ദ പ്ലാൻ ക്യാൻ ബി എലിമിനേറ്റഡ് ബൈ ക്ലസ്റ്ററിംഗ് മെഷീൻസ് ടുഗദർ ഇൻ ലോജിക്കൽ ഗ്രൂപ്പിംഗ്സ്. എല്ലാ മൂവ്മെൻറ്റ്സും എന്താണ്, ഇൻവെൻട്രിന്ന് വർക്കിംഗ് പ്രോസസ്സ് ത്രൂ ഔട്ട് വേരിയസ് പ്ലാനിലെ എല്ലാ വേരിയസ് പാർട്സിലേക്കും ഇത് അത് എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് മെഷീൻസ് ഒന്നിച്ച് ലോജിക്കൽ ഗ്രൂപ്പിംഗ്സ് ആക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പെട്ടെന്ന് തന്നെ പ്രൊഡക്ഷൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ക്യൂ ടൈമും നമുക്ക് എലിമിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ JITയുടെ മെയിൻ ഒരു ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ JITയുടെ മെയിൻ ബെനിഫിറ്റ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. റെഡ്യൂസസ് വേസ്റ്റ് ആൻഡ് എലിമിനേറ്റ് ആക്ടിവിറ്റി ദാറ്റ് ഡോണ്ട് ബ്രിങ് വാല്യൂ. വാല്യൂ കൊണ്ടുവരാത്ത എല്ലാ വേസ്റ്റിംഗ് ആക്ടിവിറ്റീസൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, വേസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ദെയർ പ്രൊഡക്ട്സ് ആൻഡ് പ്രോസസ്സസ്. ഇൻക്രീസസ് ലെവൽ ഓഫ് പ്രൊഡക്ടിവിറ്റി ആൻഡ് ഒപ്റ്റിമൈസ് എക്സ്പെൻസ്. അവോയ്ഡ് അൺനെസറി ലോക്കിംഗ് അപ്പ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. റെഡ്യൂസസ് സ്റ്റോറേജ് കോസ്റ്റ്. അവോയ്ഡ് ലോസ് ഡ്യൂ ടു ഒബ്സൊലിസൻസ്. reduces unnecessary movement of material, men, machine, etc. അപ്പോൾ ഏറ്റവും ഷോർട്ടായിട്ട് പറഞ്ഞാൽ ഇറ്റ് എലിമിനേറ്റ്സ് ഓൾ കൈൻഡ്സ് ഓഫ് വേസ്റ്റ്. ഇനി റോൾ ഓഫ് ഇൻക്രീസിങ് പ്രോഫിറ്റബിലിറ്റിയാണ് JITയുടെ റോള് ഫോർ ഇൻക്രീസിങ് പ്രോഫിറ്റബിലിറ്റി. അപ്പോൾ ഇതിൽ തന്നെ നമുക്കറിയാമല്ലേ പ്രോഫിറ്റബിലിറ്റി എങ്ങനെയാണ് നമുക്ക് കൂടുന്നത്. അതായത് ഇങ്ങനത്തെ കോസ്റ്റുകളൊക്കെ നമുക്ക് കുറയുമ്പം പ്രോഫിറ്റബിലിറ്റി ഓട്ടോമാറ്റിക്കലായിട്ട് കൂടും. Company acquire a large market share and outpass its competitors, thereby profitability is increased. അപ്പോൾ നമ്മളൊരു എഫിഷ്യൻറ്റ് സപ്ലൈ ചെയിൻ ഉണ്ടെങ്കിൽ അവർക്ക് ലോവർ കോസ്റ്റ് ആയിരിക്കും ത്രൂ ഔട്ട് ദ മാനുഫാക്ചറിങ് പ്രോസസ്, ആൻഡ് ദോസ് ലോവർ കോസ്റ്റ് ക്യാൻ ബി പാസ്ഡ് ടു ദ കസ്റ്റമർ, മേക്കിംഗ് ദ കമ്പനീസ് പ്രൊഡക്റ്റ് മോർ അഫോർഡബിൾ. അപ്പോൾ നല്ല എഫിഷ്യൻറ്റ് സപ്ലൈ ചെയിൻ ആവുന്ന സമയത്ത് കോസ്റ്റ് കുറയും. ഈ കോസ്റ്റിൻ്റെ ബെനിഫിറ്റ് സപ്ലയറിലേക്ക് പാസ് ചെയ്യപ്പെടും. അങ്ങനെ സപ്ലയർക്ക് പാസ് ചെയ്യപ്പെടുന്ന എങ്ങനെയാണ്, അഫോർഡബിൾ റേറ്റിൽ കമ്പനിയുടെ പ്രൊഡക്ട്സ് കിട്ടും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് കൂടുതൽ മാർക്കറ്റ് ഷെയർ കമ്പനിക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ കോമ്പറ്റീറ്റേഴ്സിനേക്കാളും മുകളിലായിട്ട് കമ്പനിക്ക് നിൽക്കാൻ പറ്റും. ദെയർബൈ പ്രോഫിറ്റബിലിറ്റി ഈസ് ഇൻക്രീസ്ഡ്. ഇപ്പോൾ JIT മോഡൽ യൂസ് ചെയ്തുകൊണ്ട് മാനുഫാക്ചർക്ക് ഒരു ബെറ്റർ ലെവൽ ഓഫ് കൺട്രോൾ ഓവർ ഇറ്റ്സ് എൻ്റയർ മാനുഫാക്ചറിങ് പ്രോസസ്സ് കിട്ടുന്നുണ്ട്, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ദെയർബൈ മേക്കിംഗ് ഇറ്റ് ഈസിയർ ടു റെസ്പോണ്ട് ക്വിക്ക്ലി വെൻ ദ നീഡ്സ് ഓഫ് കസ്റ്റമേഴ്സ് ചേഞ്ച്. കസ്റ്റമേഴ്സിൻ്റെ ചേഞ്ചൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യാനും പറ്റുന്നുണ്ട്. അതായത് നമ്മൾ അതുവരെ കുറേ പ്രോഡക്റ്റ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ടില്ലല്ലോ, അപ്പോൾ പിന്നെ അവരുടെ മാറ്റത്തിനനുസരിച്ചിട്ട് നമുക്ക് പ്രൊഡക്ഷൻ മാറ്റിയാൽ മതി. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാനുഫാക്ചർ ദാറ്റ് യൂസസ് ദ ജസ്റ്റ് ഇൻ ഇൻവെൻറ്ററി മോഡൽ ക്യാൻ ക്വിക്ക്ലി ഇൻക്രീസ് പ്രൊഡക്ഷൻ ഓഫ് ആൻ ഇൻ ഡിമാൻഡ് പ്രോഡക്റ്റ് വൈൽ റെഡ്യൂസിങ് പ്രൊഡക്ഷൻ ഓൺ പ്രോഡക്റ്റ് ദാറ്റ് ആർ സ്ലോയിങ് ഡൗൺ. അപ്പോൾ നമുക്ക് ഡിമാൻഡ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാനും ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാനും നമുക്ക് JIT ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സാധിക്കും. അതുപോലെ വിത്ത് JIT മാനുഫാക്ചേഴ്സ് വിൽ നോ വെൻ എംപ്ലോയീസ് ആർ നീഡഡ് അറ്റ് ഡിഫറെൻറ്റ് സ്റ്റേഷൻസ് ഓഫ് അസംബ്ലി ടു മീറ്റ് ദ ഡിമാൻഡ് ഓഫ് ദോസ് സ്റ്റേജസ് ഓഫ് മാനുഫാക്ചറിങ്. അപ്പോൾ ഏത് സ്റ്റേജിലാണ് അല്ലെങ്കിൽ ഏത് പ്രോസസ്സിലാണ് വർക്കേഴ്സിന് കൂടുതൽ ആവശ്യം എന്നുള്ളതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ആ ഡിമാൻഡ് നമുക്ക് മീറ്റ് ചെയ്യാനും പറ്റും. എ മോർ ഫ്ലെക്സിബിൾ വർക്ക് ഫോഴ്സ് ക്യാൻ ഫോക്കസ് ഓൺ ക്വാളിറ്റി പ്രൊഡക്ഷൻ വിത്ത് ലോവർ ഡിഫക്റ്റ് റേറ്റ്, വിത്ത് ലോവർ കോസ്റ്റ് ആൻഡ് ഇൻക്രീസ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. അപ്പം അങ്ങനെ ഒരു വർക്ക് ഫോഴ്സാണ് ഒന്നുകൂടി നല്ല ഫ്ലെക്സിബിളായുള്ള വർക്ക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ. അവർ ക്വാളിറ്റി പ്രൊഡക്ഷനിൽ ലോവർ ഡിഫക്റ്റ് റേറ്റിലാണ് ഫോക്കസ് ചെയ്യുന്നത്, ലോവർ കോസ്റ്റിലാണ്, അതുപോലെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യും. അപ്പം അങ്ങനെ വരുന്ന സമയത്തും പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യും. ആൻഡ് JIT approach has the capacity when adequately applied to the organization to improve the competitiveness of the organization in the market significantly by minimizing waste and improving production efficiency and the product quality. വേറെ രീതി പറയുകയാണെങ്കിൽ JIT ഉണ്ടെങ്കിൽ അപ്രോച്ച് ഉണ്ടെങ്കിൽ നമുക്ക് കപ്പാസിറ്റി വെൻ ആഡിക്വേറ്റ്ലി അപ്ലൈ ടു ദ ഓർഗനൈസേഷൻ. അപ്പോൾ നമ്മൾ ആഡിക്വേറ്റ് ആയിട്ട് തന്നെ ഇത് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ കോമ്പറ്റീറ്റീവ്നെസ്, ഓർഗനൈസേഷൻ്റെ കോമ്പറ്റീറ്റീവ്നെസ് ഇമ്പ്രൂവ് ചെയ്യും. അതുപോലെ തന്നെ വേസ്റ്റ് മിനിമൈസ് ചെയ്യും, പ്രൊഡക്ഷൻ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യും, പ്രൊഡക്റ്റ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും സാധിക്കും. പിന്നെ അതുപോലെ ഇങ്ങനെയുള്ള പ്രൊഡക്ഷൻ എല്ലാ എംപ്ലോയീസിനെയും
കറണ്ട് പ്രോസസ്സും അതുപോലെ സജഷൻസ് ഫോർ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ അനലൈസ് ചെയ്യാനൊക്കെ എംപ്ലോയീസിന് എൻകറേജ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. And company need to purchase only those material required for item that have already been ordered, leading to a reduction in cost of goods sold. അപ്പോൾ നമുക്ക് ഓർഡർ ചെയ്യപ്പെട്ട പ്രൊഡക്ഷൻ വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് മാത്രം എന്ത് ചെയ്താൽ മതി, നമ്മൾ കമ്പനി പർച്ചേസ് ചെയ്താൽ മതി. അപ്പം അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഒക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ലേബർ എക്സ്പെൻസ് ആറും ഓൾസോ റെഡ്യൂസ്ഡ് ബിക്കോസ് ദ നമ്പർ ഓഫ് മാൻ ഹവേഴ്സ് നീഡഡ് ടു ഫുൾഫിൽ ഓർഡേഴ്സ് ഈസ് ലൈക്ലി ലോവർ ദാൻ വുഡ് ബി റിക്വയർഡ് ഫോർ ഫുൾ ടൈം പ്രൊഡക്ഷൻ. നമ്മൾ ഏത് നേരം പ്രൊഡക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നതിനേക്കാളും ആവശ്യത്തിനനുസരിച്ച് പ്രൊഡക്ഷൻ നടത്തുമ്പം എംപ്ലോയീസിൻ്റെ ലേബർ കോസ്റ്റും കുറയും. ആവശ്യമുള്ള മാത്രം ഉണ്ടാക്കാനുള്ള ആ ടൈം മതി. ആൻഡ് ഓൺ ഡിമാൻഡ് പ്രൊഡക്ഷൻ മീൻസ് ഫ്യൂവർ ഐറ്റംസ് സിറ്റിംഗ് ഓൺ ഷെൽവ്സ്, depreciating in value if sale take a downturn and the risk of losing money if a product become obsolete is virtually eliminated. അപ്പോൾ ഓൺ ഡിമാൻഡ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, നമുക്ക് വെറുതെ നമ്മൾ കുറേ ഉണ്ടാക്കി വെക്കുന്നില്ല, ആവശ്യമുള്ള മാത്രമേ നമുക്ക് ആ ഷെൽഫിൽ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ എന്നുള്ള സംഭവമൊന്നും ഉണ്ടാവില്ല, കാരണം നമ്മൾ ആവശ്യത്തിനനുസരിച്ച് പ്രൊഡ്യൂസ് ചെയ്യുക, വിൽക്കുകയും ചെയ്യും, അപ്പോൾ ഡിപ്രീസിയേറ്റഡ് ആവുന്നില്ല. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഒബ്സൊലീറ്റായി അങ്ങനെ വരുന്ന നഷ്ടവും നമുക്ക് വരുന്നില്ല. അങ്ങനത്തെ കുറേ ഗുണങ്ങളാണ് ഈ ഓൺ ഡിമാൻഡ് പ്രൊഡക്ഷനുള്ളത്. പിന്നെ അതേസമയം വലിയ കമ്പനീസൊക്കെ ചിലപ്പം കൂടുതലായിട്ട് വെയർ ഹൗസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർ കുറേ സെയിലിന് വേണ്ടിയിട്ട് കുറേ പ്രൊഡ്യൂസ് ചെയ്തുണ്ടാക്കുക. അതുപോലെ മിനിമൽ ഇൻവെൻട്രി മീൻസ് ഓൾമോസ്റ്റ് നോൺ എക്സിസ്റ്റൻറ്റ് സ്റ്റോറേജ് എക്സ്പെൻസ്. അപ്പോൾ അങ്ങനെ മിനിമം ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ സ്റ്റോറേജ് എക്സ്പെൻസും വളരെ കുറവായിരിക്കും. റിഡക്ഷൻ ഓഫ് ദീസ് ഇമ്പോർട്ടൻറ്റ് പ്രൊഡക്ഷൻ ആൻഡ് ഓപ്പറേഷണൽ എക്സ്പെൻസ് മീൻസ് ഹയർ ഗ്രോസ് ആൻഡ് ഓപ്പറേഷണൽ പ്രോഫിറ്റ്. ഇങ്ങനെയൊക്കെ വലിയ വലിയ ചിലവ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്, ഈ വെയർ ഹൗസിങ്ങിന് സൂക്ഷിക്കാനുള്ള ചിലവ്, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ. അപ്പോൾ അതൊക്കെ കുറഞ്ഞാൽ തന്നെ നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയും, അതിൽ കൂടെ തന്നെ നമുക്ക് പ്രോഫിറ്റബിലിറ്റി കൂടും, ഓപ്പറേഷണൽ പ്രോഫിറ്റൊക്കെ ഇൻക്രീസ് ചെയ്യും. ആൻഡ് മിനിമം ഇൻവെൻട്രി അറ്റ് ഓൾ സ്റ്റേജസ് ഓഫ് സപ്ലൈ ചെയിൻ മീൻസ് ലെസ്സർ എക്സ്പയറി ആൻഡ് ലെസ്സർ വേസ്റ്റേജ് ഫോർ ദ ഓർഗനൈസേഷൻ. അപ്പോൾ മിനിമം ഇൻവെൻട്രി എന്നാൽ എന്താണ്, എക്സ്പയറിയും കുറവായിരിക്കും, വേസ്റ്റേജും കുറവായിരിക്കും. ലോവർ ഇൻവെൻട്രി മീൻ ലോവർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ ദ സെയിം ലെവൽ ഓഫ് പ്രൊഡക്ഷൻ. അപ്പം സെയിം ലെവൽ ഓഫ് പ്രൊഡക്ഷന് ലോവർ ഇൻവെസ്റ്റ്മെൻറ്റേ ഉള്ളൂ, അതാണ് ഇതിൻ്റെ ലോവർ ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ. ദിസ് റെഡ്യൂസസ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ടു എ ഗ്രേറ്റർ എക്സ്റ്റെൻറ്റ്. ദിസ് ഇൻ ടേൺ ലീഡ്സ് ടു ബെറ്റർ ROI ആൻഡ് പ്രോഫിറ്റബിലിറ്റി ഫോർ ദ ഓർഗനൈസേഷൻ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റും എന്താണ്, കുറയും. അങ്ങനെ കുറഞ്ഞ സമയത്ത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് കൂടും, അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റിയും കൂടും. And JIT manufacturing aims at producing item based on demand, hence all item produced will be sold. So no obsolete item in the finished goods section. It helps the organization to adapt well to any change in product specification from the market without the fear of having any kind of waste and obsolete stock. ഏറ്റവും ഷോർട്ടായിട്ട് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ഡു വണ്ടേഴ്സ് ഇൻ ഇംപ്രൂവിങ് പ്രോഫിറ്റബിലിറ്റി. അപ്പോൾ അത്രയാണ് പ്രോഫിറ്റബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഇതിൻ്റെ റോളെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഡിമാൻഡ് അനുസരിച്ച് നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റൊക്കെ നമ്മൾ വിൽക്കുന്നുണ്ട്, അവിടെ ഒബ്സൊലീറ്റായി പോകുന്നില്ല. അതുപോലെ തന്നെ എന്തെങ്കിലും ചേഞ്ചസ് വേണമെങ്കിൽ നമുക്ക് അടുത്തതിന് നമുക്ക് മാറ്റാം, അല്ലെങ്കിൽ കുറേ എണ്ണം ഉണ്ടാക്കി പോയല്ലോ ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ആ ഒരു ബുദ്ധിമുട്ടൊന്നും നമുക്ക് ഉണ്ടാവുന്നില്ല. അപ്പോൾ അടുത്തതിന് ചേഞ്ച് വരുത്തുന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തതിന് ചേഞ്ച് വരുത്താം. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു വേസ്റ്റും ഒബ്സൊലീറ്റ് സ്റ്റോക്കും ഒന്നും ഉണ്ടാവില്ല എന്നുള്ള ഒരു ധൈര്യം നമുക്കുണ്ടാവും. ഇത്രയൊക്കെ അങ്ങനെ ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനെ പറ്റിയിട്ട് പറയാനുള്ളത്. പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ള JITൻ്റെ റോളെന്ന് പറയുന്നത്.